മൂവാറ്റുപുഴയിൽ UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടന പരിപാടിയുടെ പന്തൽ തകർന്നു വീണു. പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് പന്തൽ പൊളിഞ്ഞു വീണത്. പ്രവർത്തകർ ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. ആഷിഖ് വിവരങ്ങളുമായി. ആഷിഖ്, എന്താണ് സംഭവിച്ചത്? നിഷാദ്, അല്പനേരം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ UDFന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളായി, കേരളത്തിലെ 3 മേഖലകളിലായി വിശ്വാസ സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി മധ്യ കേരളത്തിലെ പരിപാടി മൂവാറ്റുപുഴയിൽ നിന്നായിരുന്നു ആരംഭിക്കേണ്ടത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എത്തിയായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ട അടക്കമുള്ള അത്തരത്തിൽ വലിയൊരു പ്രാധാന്യമുള്ള പരിപാടി ആരംഭിക്കാൻ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പന്തൽ പൊളിഞ്ഞു വീഴുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ഉണ്ടായിരുന്ന പന്തൽ പൂർണ്ണമായും പൊളിഞ്ഞ് വീഴുകയായിരുന്നു. കസേര അടുക്കിയിട്ടിരിക്കുന്ന ഭാഗങ്ങൾക്ക് മുകളിലേക്ക് ആളുകൾ വീണു എന്നുള്ളതാണ്, പന്തൽ പൊളിഞ്ഞു വീണു എന്നുള്ളതാണ്. ഇതിന് വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമായിരുന്നു കസേരകളിൽ ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. ഇത് പൊളിഞ്ഞു വീഴുന്നത് കണ്ട് ഉടനടി തന്നെ പ്രവർത്തകർ ഓടി മാറുകയായിരുന്നു. പന്തൽ കെട്ടിയിരുന്ന ഭാഗം മുഴുവനും തകർന്ന് വീണിട്ടുണ്ട്. അത് ഇപ്പോൾ നിലവിൽ പ്രവർത്തകർ എടുത്തു മാറ്റിയിട്ടുണ്ട്. നമുക്കൊപ്പം പരിക്ക് പറ്റിയ ഒരാൾ കൂടിയുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത് പന്തല് വലിയ ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് പെട്ടെന്ന് ആളുകൾ ഓടി രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ നിലം പതിക്കുകയാണ് ഉണ്ടായത്. കുറച്ച് ആളുകൾക്ക് വീണ് പരിക്കേറ്റിട്ടുണ്ട്. ഈ കമ്പി പുറത്തു വന്നിടിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിക്കുകളേ ഉള്ളൂ. വലിയ സാരമായ പരിക്കാർക്കുമില്ല. ഞാനിങ്ങനെ ചരിഞ്ഞ് വീണുകൊണ്ടാണ് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടുന്നത്. തലക്കിട്ട് കമ്പി അടിക്കേണ്ടതായിരുന്നു. എന്തായാലും നേരെ നമ്മളെ എടുത്തിട്ടതുപോലെ മറിഞ്ഞു വീണു. പന്തൽ വീണപ്പോഴത്തേക്ക് ആളുകൾ അധികം ഉണ്ടായിരുന്നു കസേരയിൽ. പന്തൽ വീണപ്പോൾ കുറേ അധികം ആളുകൾ പന്തലിനടിയിലുണ്ടായിരുന്നു. എല്ലാവരും തന്നെ കസേരകൾ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവർക്കും രക്ഷപ്പെടാൻ കൂടുതൽ അത് ഉപകരിച്ചു. കാറ്റടിച്ചു വല്ലതും മറിഞ്ഞു വീണതാണോ? കാറ്റൊന്നും ഉണ്ടായിട്ടില്ല, തന്നെ മറിഞ്ഞു വീണതാ. സുരക്ഷാ ക്രമീകരണത്തിന് ക്രമീകരണങ്ങളുടെ പോരായ്കയാണ്. ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചതിനിവിടെ. കാരണം ജനങ്ങളെല്ലാം മാറിയൊക്കെയായിരുന്നു. 10-15 മിനിറ്റ് ചുമ്മാ നോക്കിയപ്പോൾ സ്റ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് മറിച്ച് താഴ്ത്തിക്കായിട്ടുമായിരുന്നു. സ്റ്റേജിൽ കെട്ടിയുടെ പോരായ്മയാണ് വന്നേക്കണം. തീർച്ചയായും ആ നിലയ്ക്കാണ് ഇവിടുന്ന് പ്രാദേശികരായിട്ടുള്ള പ്രവർത്തകരടക്കം പറയുന്നത്. എന്നാൽ അല്പനേരം മുമ്പാണ് നമ്മൾ DCC പ്രസിഡന്റ് ഷിയാസുമായി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് പ്രാഥമികമായ ചില അന്വേഷണങ്ങളാണ് നടത്തിയിട്ടുള്ളത്, കൂടുതൽ വിശദമായ പരിശോധന നടത്തണം എന്നുള്ളതാണ്. എന്താ സംഭവിച്ചെന്ന് ഏതെങ്കിലും വ്യക്തത വരുത്തിയിട്ടുണ്ടോ ഇതുവരെ? അല്ല, പന്തലിവിടെ സാധാരണ എല്ലാ പ്രോഗ്രാമിനൊക്കെ പന്തലിടുന്നതാണ്. പക്ഷേ ഈ ഇട്ട പന്തൽ സ്ഥിരം ഇടുന്ന ആളുകളാണ് ഇട്ടത്. അത് എന്തുകൊണ്ടാണ് വീണതെന്ന് ഇട്ട ആളുകളുടെ അടുത്ത് ചോദിക്കണം. അത് വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എൽദോസും സാധത്തൊക്കെ എത്തി, എല്ലാവരും എത്തി, ഡൊമിനിക്കേട്ടനും എല്ലാവരും എത്തി എല്ലാവരും നിൽക്കുന്ന സമയത്താണ് ഇത് അപകടം ഉണ്ടായത്. കൂടുതൽ ആളുകൾ വരുന്നുള്ളൂ. ഈ സമയമായപ്പോഴേക്കാണ് ആളുകൾ എത്തിയുള്ളൂ. അപ്പോൾ എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് അയ്യപ്പൻ തന്നെ രക്ഷിച്ചാണെന്നാണ് ഞങ്ങൾ നേതൃത്വം അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുമെന്ന് വെച്ചാൽ ഗുരുതരമായ പ്രശ്നമല്ലേ? ഇല്ല. അത് സാധാരണ ഈ പന്തലിടുന്ന ആളുകൾ അവരെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മളെ ഏൽപ്പിക്കുക. അപ്പോൾ അങ്ങനെ അവരും ഒരു പരിപാടിയിൽ പരിപാടി മോശമാക്കാനായിട്ട് അവർ പന്തൽ വീഴാനുള്ള പന്തലല്ലല്ലോ സാധാരണ ഇടാറ്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയോ? അത് ചെയ്യും. അവരുടെ അടുത്തൊന്നും ചോദിക്കണം. പന്തലിടുന്ന ആളുകൾ എത്തിയിട്ടില്ല, അവരുടെ അടുത്ത് ചോദിക്കും. മനപ്പുറം ഒരാളൊരു ചെയ്യില്ല. ഇത് ഇവിടെ സ്ഥിരമായി പന്തലിടുന്ന ആളാണ്. പിന്നെ പരിപാടി ഗംഭീരാക്കാൻ വേണ്ടിയാണ് പന്തലിടുന്നത്, മയിലുള്ളായിരിക്കാൻ വേണ്ടി. എന്താ സംഭവിച്ചതെന്ന് ഇപ്പോൾ നോക്കി അറിയാൻ പറ്റുള്ളൂ. തീർച്ചയായും ആ നിലയിലാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്. നേതാക്കൾ അടക്കമുള്ളവരോട് എത്തി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളും എത്തിയപ്പോഴാണ് ഇത് പൊളിഞ്ഞു എത്തുന്ന സമയത്ത് തന്നെ ഇത് പൊളിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങളായിരുന്നു കണ്ടിരുന്നത്. ഏതായാലും പൊളിഞ്ഞു വീണ പന്തൽ ഏതാണ്ട് പൂർണ്ണമായും ഇവിടുന്ന് നീക്കിയിട്ടുണ്ട്. കസേരകൾ വീണ്ടും പുനഃക്രമീകരിച്ചിരിക്കുന്ന സാഹചര്യമാണ്. സ്റ്റേജ് നേരെ എതിർവശത്തുള്ള ഇവിടുത്തെ ഓൾറെഡി ഉള്ള സ്റ്റേജിലേക്ക് സംവിധാനങ്ങൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പരിപാടി പുനരാരംഭിക്കാനാണ് നീക്കം. ദീപാദാസ് മുൻഷി ഇതുവരെ സംഭവസ്ഥലത്ത് ഇവിടെ എത്തിയിട്ടില്ല. എത്തിയാൽ ഉടൻ പരിപാടി ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ DCCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. പരിപാടിയുടെ പന്തലാണ് പരിപാടി തുടങ്ങുന്നതിന് മുൻപ് പൊളിഞ്ഞു വീണത്. എന്തായാലും വലിയ അപകടം ഒഴിവായി. ഒരാൾക്ക് ചെറിയ പരിക്ക് മാത്രമാണ് സംഭവിച്ചത്. ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.